ഹലോ, സേ ചിയേഴ്സ്. ഇന്ന് മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 5-6 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് 4 പുറം തെറിക്കാതിരിക്കാൻ ഞാൻ അടച്ചു കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയതും അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും 3 പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കണം. ഇത് ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് 3 വെല്ലുള്ളി ചെറുതായി നറുക്കിയത് ഇട്ട് കൊടുക്കണം. 3 മീഡിയം സൈസ് സവാള എടുത്താൽ മതി. ഈ ഉള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ നമുക്ക് അതിനെ ഒന്ന് വതക്കിയെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം കേട്ടോ വതക്കാൻ. ഉള്ളി ഒന്ന് വതങ്ങിയ ശേഷം നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അതും പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ച ഒരു തക്കാളി ചേർത്ത് കൊടുക്കണം. വലിയ തക്കാളിയാണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2 ചേർത്ത് കൊടുക്കണം. തക്കാളി ഒന്ന് നന്നായി വതങ്ങണ വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഈ തക്കാളി ഒന്ന് വതങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ചേർക്കുക. 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. തീ ഒന്ന് താത്തിയിട്ട് ഈ പൊടികളെല്ലാം ആ ഉള്ളിയുടെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് വതകുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് അരച്ചെടുക്കാനുള്ളത് എന്താണെന്ന് നോക്കാം. മിക്സി ജാർ എടുത്തിട്ട് നമുക്കതിൽ 1 കപ്പ് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ, 4 കാഷ്യൂസ്, 1 സ്പൂണ് ഖസ്ഖസ് ചേർക്കണം. കുറച്ച് വെള്ളം ചേർത്ത് ഇത് 3നും നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ ഉള്ളിയുടെ കൂടെ അതും ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളമൊക്കെ നമുക്ക് എത്ര തിക്നെസ് വേണോ ഗ്രേവിയുടെ അതനുസരിച്ച് നമുക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഈ ഗ്രേവി ഒന്ന് തിളച്ച ശേഷം നമുക്ക് ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കുക. മുട്ടക്കറി ഉണ്ടാക്കാൻ തുടങ്ങുന്ന മുമ്പേ മുട്ട പുഴുങ്ങി തോല് കളഞ്ഞ് റെഡിയായി വെക്കണം കേട്ടോ. ഇനി മുട്ട നമ്മളൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ മുട്ട ഉടയാതെ നമ്മൾ പതുക്കെ അതിനെ ഒന്ന് ഈ ഗ്രേവിയൊക്കെ അതിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അവസാനം ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില അതിൽ ചേർത്ത് കൊടുക്കുക. ഇനി പതുക്കെ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിനെ കുറച്ച് നേരം അടച്ചു വെക്കുക. ഈ മുട്ടക്കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നന്നായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. താങ്ക് യു. ബൈ.